ഡിഫിക്കൽറ്റി വേണ്ടെന്ന് പറഞ്ഞ് ഞാൻ കളിച്ചിടം വരെ വീണ്ടും രാത്രി കുത്തിയിരുന്ന് കളിച്ചു. ഡിഫിക്കൽറ്റി കുറച്ചിട്ട് യൂട്യൂബിൽ പോസ്റ്റ് ആക്കി തുടങ്ങിയായിരുന്നു. ഇല്ലല്ല കിട്ടാണല്ലേടാ നീ? ഞാൻ 2K അല്ല കാക്ക, ഞാൻ ജെൻസി. കാക്ക ഏതാ? ഞാൻ മില്ലിനിയൽസ്. എടാ 1997 തൊട്ടല്ലേ ജെൻസി? അപ്പൊ ഞാനൊരു ജെൻസി ആണേ. ഞാൻ ജസ്റ്റ് കേട്ടത്. ഞാൻ ജെൻസിയാണ്, ഞാൻ ജെൻസിയാണ്. 1997 ജെൻസിയാണ്. അപ്പൊ ഇതുപോലെ വേറെ ജനറേഷൻസ് എത്ര ജനറേഷൻസ് ഉണ്ട് ഞാൻ പറയാൻ നിനക്ക് എന്തൊക്കെയാണെന്നുള്ളത്. ഫസ്റ്റ് ജനറേഷൻ കാറ്റഗറൈസ് ചെയ്തത് 1883 മുതൽ 1900 വരെയാണ്. അത് ലോസ്റ്റ് ജനറേഷൻ എന്നാണ് അറിയപ്പെടുന്നത്. നെക്സ്റ്റ് 1901 മുതൽ 1927 വരെ ഗ്രേറ്റസ്റ്റ് ജനറേഷൻ. ദെൻ കംസ് 1928 മുതൽ 1940 വരെ അവരെ സൈലന്റ് ജനറേഷൻ എന്ന് അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. അതിനുശേഷം വന്നിരിക്കുന്നത് ബേബി ബൂമേഴ്സ്. ഇവര് 1946 to 1964 ആണ്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ മെന്നിയൊക്കെ അപ്പൊ ഇനി ബേബി ബൂമർ ബേബി ബൂമർ ഗെയിമിംഗ് ബ്രോ. ഹലോ, ബേബി ബൂമർ, ബേബി ബൂമർ, ബെന്നി കോച്ച്, ഇവരെല്ലാം ബേബി ബൂമേഴ്സിൽ വരുന്ന ആൾക്കാരാണ്. നമുക്ക് വന്നിരിക്കുന്ന 1965 മുതൽ 1980 വരെ ഉള്ള, അതായത് നമ്മുടെയൊക്കെ ഒരു ഫാദർ ലെവലിലൊക്കെ വരുന്നത് ജനറേഷൻ എക്സിൽ വരുന്നവരാണ്. ജനറേഷൻ ദെൻ കംസ് എന്റെ ജനറേഷൻ 1981 മുതൽ 1996 വരെ. അത് കഴിഞ്ഞിട്ട് വന്നിരിക്കുന്നതാണ് നമ്മുടെ ജെൻസി പിള്ളേര്. അല്ല അതെന്താ പേരില്ലേ? പേരോട് പറയണ നമുക്ക് നമ്മൾക്ക് ഇത്ര ഇൻഫർമേഷൻ തന്നിട്ട്. അത് കഴിഞ്ഞിട്ട് വന്നിരിക്കുന്നതാണ് നമ്മുടെ ജെൻസി പിള്ളേര്. 1997 മുതൽ 2012 വരെ സുഹൈൽ അതിലാ വരുന്നത്. ഇനി എന്റെ മോനൊക്കെ വരുന്ന ഈ ജനറേഷനിലാണ് ജനറേഷൻ ആൽഫ. 2013 മുതൽ 2024 വരെ. ഇപ്പൊ വന്നിരിക്കുന്നത് 2025 മുതൽ 2039 വരെ ഉള്ളത് ജനറേഷൻ ബീറ്റിയിലാ വരുന്നത്. ഓ, അപ്പൊ ഈ ബീറ്റയുടെ ഒരു ചെറിയ വർഷന്റെ കട്ടിലപ്പുറത്ത് വളർന്നു വലുതാവുമ്പോ എന്തൊക്കെ കാണിക്കും തമ്പുരാനറിയാം. മനസ്സിലായോ? അത്ര ചെലവുണ്ട്. ബ്രോ ശരിക്കും കുറെ പേർക്ക് മനസ്സിലാവുന്ന ഒരു വീഡിയോ ആയിരുന്നു. താങ്ക് യു. ഇതൊക്കെ ആരടാ പടച്ചു വിടുന്നത്? ഡയലോഗ് വന്നത് പോലും ഇല്ലല്ലോ. എന്താ ഇങ്ങനെ? ഞങ്ങള് പാവങ്ങള തീ തുപ്പുന്ന ഫ്രീക്കിക്കൊണ്ട് ഗോൾവലകൾ തുളയ്ക്കും. ആ ബോൾ ഗ്രൗണ്ടിലേക്ക് വെക്കുന്നതാണ്. ഈശോ പാണ്ടിക്കാരും പാറവിടാൻ വന്നതായിരിക്കും അല്ലേ? ഓഫീസ് എവിടെയാന്നാ പറഞ്ഞേ? സർക്കിൾ എന്ന് പറയും. ഫിലിപ്പിന്റെ പറി അടുത്തായിട്ട് വരും. എടാ അത് ശരിക്കുള്ള ഡയലോഗ് ആണോടാ അത്? ഈ ഫിലിപ്പിന്റെ പറി ആണോ? ഡബ്ബ് മാത്രമേ കേട്ടിട്ടുള്ളൂ. ഞാൻ കൊറേ ഡബ്ബ് വീഡിയോ മാത്രമേ കണ്ടിട്ടുള്ളൂ അതിന്റെ. യെസ് ഉണ്ട്. അത് എന്തിനകത്ത് സിനിമയിലാണോ അത്? ഏത് സിറ്റി ഓഫ് ഗോഡ്, കേരള കഫേ, സിറ്റി ഓഫ് ഗോഡോ എന്താ? കേരള കഫേ മൂവി, സിറ്റി ഓഫ് എന്നാ പറയാനാ? ഇപ്പൊ എവിടെ അത് ആരാന്നറിയോടാ രഘുലേ നിനക്ക്? കുതിരേന്റെ സൗണ്ട് ആര്? എടാ അത് ആരാന്നറിയോ നിനക്ക് രഘുലേ? കുതിരയുടെ സൗണ്ടാ? അല്ലെ ഒരു കുതിരേന്റെ സൗണ്ട് ഇപ്പൊ എനിക്ക് കേട്ട്. കുതിരയുടെ സൗണ്ട് അല്ല, ലാലു അലക്സ്. പുള്ളി മലയാളത്തിലെ ഒരു വലിയ നടനാ. ഇവൻ മലയാള സിനിമ അറിഞ്ഞൂടാ, ഇവന് മലയാളം അറിഞ്ഞൂടാ. ഇവൻ കേരള തമിഴ്നാട് ബോർഡറാ, മനസ്സിലായ? ഇവന് മലയാളത്തിലുള്ള ഒരാളെ അറിഞ്ഞൂടാ സത്യം പറഞ്ഞ. അതിന്റെ ചോദ്യമാണ്. നാളെ അല്ലെങ്കിൽ രഘുല നിന്റെ ഫോട്ടോ ഒക്കെ വെച്ച് വരുവേ. ഒരു സംശയമില്ലേ? ഉണ്ടാക്കാൻ പറ്റും, പക്ഷെ കാണാൻ പറ്റില്ല. മുതലാളി എവിടെയാണ്? ഒരു തീർത്ഥാടനത്തിലാണ്. പറയൂ വത്സന്റെ അച്ഛൻ. കളർ അടിച്ച വണ്ടിയല്ലേ ഇത്? പറയൂ വത്സന്റെ അച്ഛൻ. രണ്ടും ബഹളാ സാറേ. പണം കിട്ടിയ എന്റെ തല വരെ പറ്റും. ഇത് രാത്രി കണ്ടപ്പോ ഇത്രയും കളർ അത് പറഞ്ഞപ്പോഴേ ഇത്
ഇതിനെങ്ങനെ കളർ അടിക്കാൻ പറ്റണേ ഇതിന്? ഇത് ഞാൻ ഇതിനു മുമ്പ് എപ്പോഴോ അന്ന് ചോദിച്ചപ്പോൾ എനിക്ക് നിങ്ങൾ പറഞ്ഞ എന്തോന്ന് മനസ്സിലായില്ല. ഈ വണ്ടിക്ക് എങ്ങനെ കളർ അടിക്കാൻ പറ്റണേ? നമ്മുടെ നിയമപ്രകാരം കളർ അടിക്കാൻ പറ്റൂലല്ലോ. AITP എന്ന് പറഞ്ഞാൽ എന്താ? ഓൾ ഇന്ത്യൻ പെർമിറ്റ്. അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, അപ്പൊ ഈ കേരളത്തിൽ ഓടുന്ന എല്ലാ വണ്ടികൾക്കും ഓൾ ഇന്ത്യ പെർമിറ്റ് എടുത്താ പോരെ? പക്ഷെ അത് ഭയങ്കര റേറ്റ് കൂടുതലാണ്. എന്തിന്റെ റേറ്റ്? എന്ത് റേറ്റാ കൂടുതൽ വരുന്നേ? പെർമിറ്റ് വരുമ്പം ടാക്സ് കൂടും, പിന്നെ അതുപോലെ ഇഷ്യൂസും ആണ് ഭയങ്കര. ഇത്ര സ്റ്റേറ്റിൽ എന്തൊക്കെയോ വേണം. ടാക്സ് എന്ന് പറയുമ്പോൾ മന്ത്ലി അടക്കണം ഈ ടാക്സ്. അത് അറിഞ്ഞൂടാ, വൺ ടൈം ആയിരിക്കും. ഇയർലി അല്ലേ വരുന്നത്? ഇതല്ലേ പബ്ലിക് വെഹിക്കിൾ അല്ലേ, പ്രൈവറ്റ് അല്ലല്ലോ. ഇയർലി ഭയങ്കര കോസ്റ്റ് ആയിരുന്നു. 3 മാസം. ഓ അങ്ങനെ ഉണ്ടല്ലേ. എത്ര രൂപ വരും അപ്പൊ ഓൾ ഇന്ത്യ പെർമിറ്റ് ഒക്കെ എടുക്കാൻ? നോർമലി തന്നെ ലക്ഷങ്ങളാണ്. 90,000. 7 to 10 ലക്ഷമോ? 3.5 ഇയർലിയാ? എന്റെ അമ്മ, 3 മാസം. 3 മാസാ? അതെങ്ങനെ ചപ്പാത്തി ചുടുക കേട്ടത്? എന്നിട്ട് പറയണ എന്റെ അടുത്ത് കളിയുടെ ജീവനാണ് വേണ്ടത്. നീ കോൺട്രവേഴ്സി ഒക്കെ വന്നല്ലടാ ഇവിടെ. ഞാനില്ല. എല്ലാരും ഇപ്പൊ പറഞ്ഞ ഞാനാണ് അന്ന് എന്തോ പറഞ്ഞതിന്റെ ബാക്കിയിട്ടാണ് നീ അന്ന് പറഞ്ഞതെന്നൊക്കെയാണ് എല്ലാരും പറയുന്നത്. അതെ, നീ പറഞ്ഞതിന്റെ പുറത്ത് തന്നെയാണ് പറഞ്ഞത്. എനിക്ക് പങ്കില്ല. മണവാണ എനിക്ക് പങ്കില്ല. ഈ ഒരു ക്ലിപ്പ് വെച്ച് കൊണ്ടുപോകുന്നില്ല. ഓക്കെ വീണ്ടും ഓരോ തോന്നിവസായിട്ട് വന്നാ ഞാൻ എറിഞ്ഞു തരുവേ. പ്രശ്നം തീർന്നില്ലേ? തീർന്നു. നമുക്ക് അത്ര വിളിച്ചത്. അതിന്റെ അർത്ഥം അണ്ണാ നോക്കിയേ, ചേട്ടൻ ചുമ്മാ ലിറിക്സ് മോഡറേറ്റേഴ്സ് മദ്യം അമൃത് വേടന്റെ വരികൾ അണ്ണന്റെ വരികൾ. പട്ടിക്കവാഴുമി കേരള നാട് അണ്ടനടകൊടന്മാര് ഭരിച്ച് നാട്ടാറിൽ മൊത്തത്തിൽ നട്ടം തിരിഞ്ഞ് നമ്മുടെ നാട് കേരള നാട് മാവേലി വാണൊരു നാട്. ഈ നാടിനി എന്നെന്നാവും ഈ ദൈവത്തിന്റെ സ്വന്തം നാട്. 5 കൊല്ലം മാറി ഭരിക്കുന്ന മന്ത്രിമാരും ഗ്രൂപ്പ് കളി കൈത്തൊഴിലാക്കിയ രാഷ്ട്രീയ പാർട്ടിക്കാരും കൊഴുത്ത പെട്ടിക്കടകൾക്ക് അലങ്കാരമായി ആൻസിന്റെയും പാൻപരകിന്റെയും മിന്നുന്ന മല കാണാൻ 10 പോലും പ്രായം തികയാത്ത പീക്കിരികൾ ആൻസിന്റെ ഒപ്പം ക്യാൻസറും വാങ്ങിയിട്ട് ടാങ്സ് പറഞ്ഞു പോയി. ആൻസിന്റെ ഒപ്പം ക്യാൻസറും വാങ്ങിയിട്ട് താങ്ക്സ് പറഞ്ഞു പോയി. ഈ പാട്ട് പഠിക്കണ ഈ പാട്ട് പഠിച്ചോണ്ടൂടെ കേട്ടോ. ആൻസിന്റെ ഒപ്പം ക്യാൻസറും വാങ്ങിയിട്ട് ടാങ്ക്സ് പറഞ്ഞു പോയി. കൈക്ക് തെരുപ്പ് തലയ്ക്ക് പെരുപ്പ് കാലിന് നല്ലൊരു ഗ്രിപ്പ്. ശമ്പു വെച്ചിട്ട് അവനറിയോ മോളിലേക്കുള്ളൊരു ട്രിപ്പ്. വാണിപത്തിൽ നല്ലൊരു കേട്ടോ നിങ്ങളത്. ശമ്പു വെച്ചിട്ട് അവനറിയോ മോളിലേക്കുള്ളൊരു ട്രിപ്പ്. അതിനും നല്ലൊരു ഗ്രിപ്പ്. ശമ്പു വെച്ചിട്ട് അവനറിയോ മോളിലേക്കുള്ളൊരു ട്രിപ്പ്. വാണിപത്തിൽ നല്ലൊരു വാണിപം പെൺവാണിപം. കാശുണ്ടാക്കാൻ ഇത്രയും നല്ലൊരു സാധനം വേറെയുണ്ടോ എവിടെ ഉണ്ടാവാ? മനോജ് ഗിന്നസിന്റെ വരികളാണ്. ആണോ? മനോജ് ഗിന്നസ് പുള്ളിയുടെ ഇതാണോ? ഇത് പുള്ളി പറയുന്നതെല്ലാം സത്യമാണ്. അല്ല ഇത് ഈ പുള്ളി പാടിയതല്ലേ? അപ്പോ ഇത് പണ്ടിറങ്ങിയ ഞാൻ കേട്ടിട്ടില്ല. സത്യമായിട്ട് ഞാൻ കേട്ടിട്ടില്ല. ആണോ? എന്നിട്ട് ഇത്രയും നേരം നീ അയ്യോ വാണിപത്തിൽ നല്ലൊരു വാണിപം പെൺവാണിപോ. കാശുണ്ടാക്കാൻ ഇത്രയും നല്ലൊരു സാധനം വേറെയുണ്ടോ? കാശുക്കെടുത്തും വാക്കുക്കെടുത്തും ഓളെ ഒതുക്കിയെന്നാലോ തക്കം കിട്ടൽ പെൺമൊഴിയാകെ മാറ്റി പറയുന്ന കാവേലി. എന്തൊക്കെ സാധനല്ലേ? എന്റെ വീടിന്റെ പണിക്കുള്ള നല്ല 1-ാം തരം തേക്കിന്റെ കട്ടളയെ അവൻ കൊണ്ടുപോയത്. ഇത് 3-ാമത്തെ പ്രാവശ്യമാ.
ഞാൻ കെട്ടള വെക്കും അവൻ കൊണ്ടുപോകും, ഞാൻ വെക്കും അവൻ കൊണ്ടുപോകും, ഞാൻ വെക്കും അവൻ കൊണ്ടുപോകും. എന്നാ പിന്നെ തനിക്ക് വെക്കാതിരുന്നൂടെ എന്ന് പറയാൻ നിങ്ങൾക്കത് പറയാം. എന്റെ ഭാര്യ രവികുമാരി ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന കാശ് അറിയാവോ? ഗൾഫിൽ കിടന്നോ? പ്രശ്നമാവത്. ഇഷ്യൂ ആയി. എന്ന് തിരക്കടി അങ്ങോട്ട് അല്ലേ ചെറുക്കന്റെ ഭാഷയും കണ്ടില്ലേ? എന്താടാ ക്ലാസ്സില് ഞാൻ എന്റെ അടുത്തായിരുന്നു ക്ലാസ്സില്ലേ? ഞാൻ പോകുന്നില്ല. എന്തോ പോകുന്നില്ലെന്ന് താനൊന്നും പറയടാ, ഞാൻ പോണില്ല. കൂടുതൽ നിർബന്ധം പിടിക്കാൻ അറങ്ങാൻ പാത്തന്റെ കാര്യം പറയടാ. മൈനെ കണ്ട്. എന്തോ ഒറ്റമൈന് അല്ലാണ്ട് അച്ഛനാ ഒറ്റ മൈന. അതിന് അതിന് 2 മൈനെ കാണാൻ കൂട്ടുകാരി പോകാൻ പറ്റത്തില്ല. എന്നെ അടുത്തിട്ട് അടിക്കാൻ എനിക്കല്ലേ തോന്നുന്നത്. രാജന്റെ വീട്ടിൽ വീട്ടില് ഒരു മൈനടപ്പുണ്ട്, കണ്ടിട്ട് പോകാൻ സ്കൂളിൽ പോകാൻ. ഇയാൾ ചുമ്മാ കുടുംബ പ്രശ്നത്തിലാണ് പറഞ്ഞില്ല കേട്ടല്ലേ. അവന്റെ രായന്റെ കൂട് ഷോർട്ട് ഫിലിം ആണത്. വെബ് സീരീസ് ജോലി സമയത്ത് മാത്രം എനിക്ക് ദേഷ്യമുള്ളൂ. വേറെ മെയ്ഡ് ഇൻ ടു വർക്ക് ഓൺ ടൈം. തലതിരിഞ്ഞൊരു പട്ടി. ഇങ്ങനത്തെ ഞാൻ ഒരു കാര്യം പറഞ്ഞ ഗൈസ്, കൂടുതൽ ബിവറേജ് വന്നവർക്കറിയാം. കൂടുതൽ ബിവറേജില് ഈ ബിവറേജിന്റെ വഴി എന്റെ വീട്ടിലോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അതിന്റെ മുമ്പിൽ ഒരു നായിന്റെ മോയും കിടപ്പുണ്ട് ഇതുപോലത്തെ ഒരെണ്ണം. വണ്ടിയെ പോകുമ്പോ ഇവന് ചാടിക്കടിക്കണം ജനലിൽ കൂടെ. എന്നാ നമ്മള് വണ്ടി നിർത്തിയിട്ട് വെളിയിൽ ഇറങ്ങിയാലോ? ക്രോസ് ചെയ്യണ്ട. പട്ടി നമ്മളടുത്ത് വന്ന് ഇങ്ങനെ നിൽക്കും. നിങ്ങൾക്ക് അറിയാം, ഞാൻ സീരിയസ് ആയിട്ട് പറയാം. അങ്ങനത്തെ ഒരു പട്ടിയുണ്ട് ഇവിടെ. എനിക്ക് അതിനെ താണ്ടി വേണം എല്ലാ ദിവസവും വീട്ടിൽ പോയിട്ട് വരാൻ. ബൈക്ക് കൊണ്ട് ഞാൻ പോവാറില്ല രാത്രി. എനിക്ക് പേടിയാ അതുവഴി ബൈക്ക് എടുത്ത് പോകാൻ പറ്റത്തില്ല. ഇത് വന്ന് ഇതാക്കും, വണ്ടി നിർത്തി നമ്മൾ ഇറങ്ങിയ ഒരു പ്രശ്നവുമില്ല ആൾക്ക്. ഇങ്ങനെ കുറെ പട്ടികളുണ്ട്. പീരുനെ കേട്ടില്ലേ? നെവർ ഗീവ് അപ്പ്. ലിറ്റിൽ നൈറ്റ്മേഴ്സ് അത് പെൻഡിങ് ഉണ്ട്, അത് കളിച്ച് തീർക്കണം. ഞാനിവിടെ പെട്ടിരിക്കുന്നത്. അവന്താ ഇവിടുത്തെ കൺട്രോൾ മാറ്റിയേക്കുക. വിഷയം സ്പോയിലർ അല്ല, സ്പോയിലർ അല്ലടാ. നമ്മൾ ഓൾറെഡി അത് അവിടെ വരെ കളിച്ചു വെച്ചേക്കുക. സ്പോയിലർ അല്ല. വാട്ട് നെക്സ്റ്റ് അബൌട്ട് പാപ്പൻ ഈസ് കമ്മിങ്. ഓ, ഇതിന്റെ ഫുൾ വീഡിയോ കൊണ്ടായിരുന്നോ ഗൈസ് നിങ്ങള്? എന്റെ അമ്മോ, ഗൈസ് നിങ്ങളുടെ തീയും ഗൂസ് ബംസും ഒക്കെ ഓക്കെ. ഇതിന്റെ ലാസ്റ്റ് പറഞ്ഞത് 8 വർഷം മുമ്പാ. നമുക്കൊക്കെ 8 വയസ്സ് കൂടി. 8 വയസ്സ്. ആട് 2 ഇറങ്ങി 8 വർഷമായി. യെസ്. എന്ത് വാങ്ങാ? 8 വർഷം. എന്റെ അമ്മോ, മൂട് പോയിന്ന്. അയ്യോ, മൂട് പോയി. ഇവിടെ 10 വയസ്സ് അല്ലേ ലാസ്റ്റ്. എനിക്ക് ആഡ് 2 റിലീസ് ഡേറ്റ് നോക്കട്ടെ. ആഡ് 2 ഇങ്ങോട്ട് ഒരു ഓർമ്മയില്ല. ഗൈസ് ആഡ് 2 ഇറങ്ങിയത് കണ്ട 2022 ഡിസംബർ 2017. 8 വർഷം. ഞാൻ 10ാം ക്ലാസ്സിൽ. എനിക്ക് 20 വയസ്സുണ്ടായിരുന്നപ്പോ.
എല്ലാരും ജസ്റ്റ് നിങ്ങളെ വിഷമിപ്പിക്കാൻ പറഞ്ഞല്ല, ജസ്റ്റ് ഫാക്ട്. ലൈസൻസ് എടുക്കാൻ പോയിരുന്നു ഞാൻ സമാധാനം ഇത് ഓൾറെഡി കണ്ടപ്പോ പോയതാ. അപ്പൊ നിങ്ങളങ്ങനെ സൂചിച്ചിരിക്കണ്ടെന്ന് വിചാരിച്ച് ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളു. എന്റെ കൂടെ നിങ്ങളും ഓരോന്ന് നീയൊക്കെ അത് ഓർത്തിരിക്കും കുറച്ചു നേരം. അയ്യോ കാശി പറയുന്നു, കാശിയിലെ കമ്പി എന്ന് പറയുന്നത് അയ്യോ ഇത് പഴയ വീഡിയോ. കമ്പി ഈ പെട്ടിയുടെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മന്ത്രം ഡബ് വീഡിയോ ഞാൻ കരിയർ വോയിസ് ബാക്ക് ഞാൻ കേട്ടില്ലടാ. കരിയർ ചേഞ്ച് ബ്രോ. ഇത് ഒറിജിനൽ ആണോ? ഇത് ഒറിജിനൽ ആണോ അതോ ഒറിജിനൽ അല്ലേ? ചന്ദനക്കുടം ചക്കരക്കുടം ചന്ദനം പാട്ടൊക്കെ ഉണ്ടോ? ചന്ദനക്കുടം ആണാ? കാർപ്പേ സ്പ്രേ ദൂ. എന്റെ പുറകെ സായി പോപ്പി ബ്രോ. എനിമിയുണ്ട്, ഓർഡർ ഉണ്ട്. ആളുണ്ട്. സാക്കറോഡ് ലൂട്ട് ഫാസ്റ്റ് എനിമീസ് ക്ലോസ്. ഞാനാടാ സായി പണ്ണാണി, നിങ്ങളെന്റെ പിള്ളേരാടാ. നമസ്കാരം. പൊളിയടാ. അയ്യോ മാറണ്ട് അല്ല ഇതൊക്കെ ഇട്ട എങ്ങനെ മാറണ്ട് നോക്കായി കിടക്കുമ്പോ ഇത് ഇടുന്ന അവസ്ഥ ആലോചിച്ച് നോക്ക്. അയ്യോ 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 എടാ നിന്റെ വണ്ടി പൊട്ടാറായടാ. അവന്റെ വണ്ടി കത്തിയേ. കരിയർ ചേഞ്ച് ബ്രോ. ബെമ്പനാട്ടുകായൽ തിരകൾ. സായിപ്പിന്റെ കൂടെ ഇപ്പൊ ഞാൻ ഇടയ്ക്ക് ലാസ്റ്റ് 2 പരിപാടിക്ക് പോയട്ടാ. മൈക്കെടുത്ത ആദ്യം ഇതാണ് പാട്ട് പാടാൻ പറഞ്ഞ അപ്പഴേ വേമ്പനാട്ടുകായൽ തിര. എന്നിട്ട് ഇവ ഒരു പരിപാടി എന്ത് പറയോ, തെറിവിളി വരുന്ന ഭാഗം വരുമ്പോഴേ മൈക്ക് തിരിച്ച് അങ്ങോട്ട് വെച്ച് കൊടുക്കും. അവന്മാരിരുന്ന് പറഞ്ഞോളും ബാക്കി. തുടിക്കുന്നു തകതിനി റീക്കോണേ. അയ്യോ എന്തൊക്കെ മറ്റേ മാറ ഓർഡർ അതില്ല ഇതില് അതൊന്നും ഉണ്ടാവില്ലടാ. അങ്ങ് തെറിവിളി ഒന്നും അതുണ്ട്. കുഞ്ഞേന്ന് വിളിക്കും മറ്റേ സാധനത്തിന്. കുഞ്ഞേന്നോ? കുഞ്ഞേ. ഓ റീക്കോണേ ഉണ്ടോ? അത് വരെ സാധ്യത കേട്ടോ. ഇതിനു മുമ്പ് അത് റീകോൺ ഫേമസ് ആയിട്ടോ. ഒരു ഗെയിമിൽ വരെ വന്ന പേരവന്റെ. ഓ എന്താ ഇതൊക്കെ നമ്മൾ കളിച്ച് തീർത്ത കളിയല്ലേ? I've drowned and dreamt this moment. So overdue, I owe them. Swept away, I'm ഈസി. പിന്നെ ഇതൊക്കെ കളിച്ച് തീർത്ത ഇത് ഞാൻ പാടി ഒന്ന് കേൾക്കണേ. വരാഹരൂപം ദൈവവരീഷ്ടം വരാഹരൂപം ദൈവവരീഷ്ടം പരസ്മിതവതനം ഒയ്യോ കിട്ടില്ല. വാചതം തകര രക്ഷാകവചം. ഇത് ഒറിജിനൽ അല്ലേന്നോ? ഇത് ഒറിജിനൽ അല്ലടാ, പാടിയതാ. പുള്ളി പാടിയേക്കുവാ. ഇത് ഒറിജിനൽ ഒന്നും അല്ലല്ലോ കഴിച്ചത്. ഒറിജിനൽ ആണോ? ഇത് പാടിയേക്കുവാ പുള്ളി.
ശിവസംഭൂത ഭുവി സംജാത നമ്പി തവ കിംബു കൊടുവവാനീത ಸಾವಿರ ದೇವತ മനസംപ്രീത വേദുത നിന്ദേവു ആരാധിസുത എന്റെ അമ്മോ ഗൈസ് പോയി സപ്പോർട്ട് ചെയ്യണ ഗൈസ്. ഇവരെ പോലത്തെ ആൾക്കാരെയൊക്കെ സപ്പോർട്ട് ചെയ്ത് എന്ത് രസമല്ലേ. അനിരുദ്ധ് ഭാസ്കർ ബ്രോ കിടിലം. അടിപൊളി അടിപൊളി അടിപൊളി. ഇറ്റ്സ് അബൌട്ട് ഫ്രണ്ട്സ്. എനിക്കറിഞ്ഞൂടാ, ഇത് ഞാൻ പറയാം, ഇതെന്റെ ഓൾ ടൈം ഫേവറേറ്റ് മൂവിയിൽ ഒന്നാണ്. നിങ്ങളുടെ എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഈ പടം തന്നെയാണ് ഏറ്റവും വലിയ ഇടുക്കി ഗോൾഡ്, പറയാതിരിക്കാൻ വയ്യ. കിടിലം പടമാണ് കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. ഒരിക്കൽ ജയിലിൽ പോയപ്പോഴെങ്കിലും നീ നന്നാവെന്ന് വിചാരിച്ചു. എന്താണ് പഠിച്ചേ? 5 ദിവസമായി ആഹാരം കഴിച്ചിട്ട് നിവൃത്തിയില്ലായിരുന്നു. അങ്ങോട്ട് വന്ന നിങ്ങൾ കേട്ടില്ലെന്നറിയാം. കിടന്നിരുന്ന പുരവല വിട്ടിട്ടാണ് ദുബായി പോകാൻ ഞാനിവിടെ വന്ന് പണം മുഴുവൻ വാങ്ങി അവരെന്നെ പറ്റിച്ചു. എന്റെ കത്തും പണം സ്വപ്നം കണ്ട് പട്ടിണി കിടക്കുന്ന കുടുംബമുണ്ട് നാട്ടില്. നിവൃത്തിയില്ല ചേട്ടാ. എന്താ അഭിനയല്ലേ ഇത്. അഭിമന്യു അല്ലേടാ പടം ഇത്. ഇത് അഭിമന്യു അല്ലേ. 798K ആയി യൂട്യൂബിൽ. പോടാ 100K ഇവിടെ 800K അവിടെ. ആൾക്കാര് പോടാ 800K 794 ഒന്നും ആയില്ല. ചുമ്മാ പറയല്ലേ. സൂൺ ആണോ? എത്ര ഉണ്ട്? 790K ആയടാ. 798K. ഹലോ 2000 കൂടി 2000 കൂടെ ഇന്ന് 800 സ്ട്രീം തീർന്ന സബ് ചെയ്ത് പെട്ടെന്ന് സബ് ചെയ്ത് 798. Let's go. 798. നിങ്ങക്ക് കാണാമോ? അത് കാണാലോ. ഗൈസ് കം ഓൺ. ചെയ്യണ്ട വെറുതെ സബ് ഇട്ടിട്ട് കാര്യമില്ലടാ. സത്യം 798. സഭ്യത്തെ കള്ളന്മാരല്ലേ ഇവിടെ ഇരിക്കുകയാണ് സബ് ചെയ്യാത്തവന്മാര്. മോഡൽ പറയാ ബ്രോ. എന്റെ ഡയറ്റ് പ്രോജക്റ്റ് എം. ഡയറ്റ് ആണോ ഡിറ്റ് ആണോ പ്രൊനൗൺസിയേഷൻ എനിക്ക് അറിഞ്ഞൂടാ. DITA പ്രോജക്റ്റ് എം. ഓൾറെഡി ചെയ്തു എനിക്കറിയാം. കുറെ പേര് ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരിക്കും അത്. ഗൈസ് കമോൺ നമുക്കിനി ഒരു 1700 കൂടെ 1700 സബ് കൂടെ മതി. 1700 സബ്. കള്ളന്മാര് സത്യം. ഗൈസ് അവിടെ അക്കൗണ്ട് ഉണ്ടാക്കണ. അത് വേണ്ട ഒരു നിങ്ങൾ ഇത് മതി, അല്ലാതെ ഇത് വേണ്ട. 1600 കൂടെ. കമോൺ ലെറ്റ്സ് ഗോ. 1500. ഇന്ന് അടിക്കാം. ഫുള്ള് സത്യം
ഇന്നടിക്കും പിന്നെ ഫിനിത് അടിക്കാതെ. ഇപ്പൊ തന്നെ അടിക്കും. ഒരു next 10 മിനിറ്റ്. ഒരു 10 മിനിറ്റ് അടിക്കും. ലെറ്റ്സ് ഗോ ലെറ്റ്സ് ഗോ ലെറ്റ്സ് ഗോ ലെറ്റ്സ് ഗോ ലെറ്റ്സ് ഗോ ലെറ്റ്സ് ഗോ ലെറ്റ്സ് ഗോ. ചേട്ടന്റെ ചാനൽ ഇവര് മറന്നു പോയതാണോ? കുറച്ച് സത്യം. എടാ പിന്നെ വേറെ എണ്ണം ഉണ്ട്. ഈ ക്ലോസ് ആവുമ്പോ യൂട്യൂബ് പുഷ് ചെയ്യോടാ. യൂട്യൂബ് പുഷ് ചെയ്യും. അത് അങ്ങനെ ഒരു ഇതൂടെ ഉണ്ട്. ഗൈസ് കം ഓൺ, ഇന്നടിക്കാം നമുക്ക്. ഇന്നടിക്കാം. ഇപ്പൊ അടിക്കും. 1020 കോടി. 1000 ലെറ്റ്സ് ഗോ. 950 കൂടെ. ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു സോ മച്ച്. 1K 1200 കള്ളന്മാരുണ്ടായിരുന്നു നമ്മുടെ കൂട്ടത്തിൽ. പടപടേന്ന് കേറുന്നു സബ്. നോക്കി കേറുന്നു. ഗൈസ് 900 പേരുടെ മതി. 900 പേരുടെ. ലെറ്റ്സ് ഗോ 800K. അതെ ഗീവ് അവേ 800 പേരും കൂടി. തന്നിരിക്കും 800 പേരും കൂടി. 800 തന്നിരിക്കും. പോട്ടെ. അയ്യോ ഇതിപ്പോ പറഞ്ഞില്ലെങ്കിൽ അറിയില്ല കേട്ടോ. ലെറ്റ്സ് ഗോ. 700. ഹാപ്പി ബർത്ത്ഡേ ടാ. താങ്ക് യു സോ മച്ച്. അവിടെ നിന്നാ പോട്ടെ 750 more. 600 കൂടി. 600 കൂടി. Let's go. 600 എടാ താഴത്തെ ഗ്രാഫ് നോക്ക്. കണ്ട് പെട്ടെന്ന് കേറിയതാ ഗ്രാഫിൽ. സത്യം ഒറ്റടിക്ക്. അളിയാ നമ്മള് 80 തുടങ്ങിയ ചാനൽ ഇപ്പൊ 800 ആയാളിയാ. 540 540 51 62 കേറട്ടെ. ദേവടനെ കൊണ്ട് സപ്പോർട്ട്. കൂടി. ആഞ്ഞടി. Let's go. അയ്യോ കേറുവാ. അടി. ഇൻവേർട്ടർ കരയുന്നേ. ഇവിടെ ചായ എന്റെ പാപ്പട്ടനാണേ. Guys, come on. 84. 800K അടിച്ച ചന്ദ്രൻ എന്ത് കൊടുക്കണേ? പുടിനെ തരും പുടിൻ. ഒരു ഗീവ് കൊടുക്കൂലേ നമ്മള്. പുടിന്റെ ഫ്രീ ആസ്. അടിക്ക് 200 ഫ്രീ. അങ്ങനെ തന്നെ. അത് തന്നെ തീർ സാധനം. വേണം 100 കൂടി. ഫേസ് ക്യാമിൽ തുണി ഊരി കളിക്കണേ. ഫേസ് ക്യാമിൽ ഊരി അറിയണേ. 800 40 ഡാൻസ് 32. Thank you so much for the 1 subscription, Jojo bro. Means a lot. Thank you so much, guys. Means a lot. 800K, Aliya. Congrats.
എടാ, thank you ടാ, Congrats, thank you ടാ. എല്ലായിടത്തും thank you ടാ, എല്ലായിടത്തും thank you ടാ. Thank you കൺഗ്രാറ്റ്സ് so അണ്ണ. much. എന്താ വേണം ഇന്നലെ Thank you ടാ, കിക്ക് കെവിനെ, 100 thank കെ you, ഇന്ന് thank you. 800 കെ. അതിപ്പോ നോക്കിയിട്ടില്ലേ അതായിട്ടല്ല അത് രണ്ടുപേരും ആരോ വന്ന് പറഞ്ഞതാ നമ്മുടെ ചാറ്റില്. സത്യം ആരോ വന്ന് നല്ലൊരു പറഞ്ഞതാ. സമയം കേട്ടോ അണ്ണ. നല്ലൊരു സമയം. സത്യം നല്ലൊരു സമയമാണ് അണ്ണ അത്. അതെ അതെ നല്ല സമയമാണ്. 800 ഏതാ 800K നെക്സ്റ്റ് 1 മില്യൺ നിങ്ങളുടെ എല്ലായിടത്തും ഒരുപാട് താങ്ക് യു അളിയാ നമുക്ക് നമ്മളിതൊന്ന് കണ്ടില്ലേ നമ്മളിവിടെ നീ അമ്പലത്തെ താങ്ക്സ് എന്ന് പറയണ്ടേ ചന്ദ്രൻ നീ വൃത്തി മുമ്പേ പിന്നെ താങ്ക്സ് വേണ്ട. ഞാൻ ഇവരോടൊക്കെ നന്ദി പറഞ്ഞോട്ടെ ഡ്രൈവറെ, നീ എന്തിനെങ്കിലും ഇരിക്കണേ നമ്മള് പോണം. അതാണ് നമ്മള് പബ്ജി ലക്ഷക്കണക്കിന് ചലഞ്ച് ഉള്ള ഒരാളാണ് ഇവിടെ ഒന്നൊരു വന്നത്. ലക്ഷക്കണക്കിന് ചലഞ്ച് ഉള്ള ഒരാള് 1.5K to 800K അത്രയും പഴയ സബ്സ്ക്രൈബർ ആണോ? അത് കൊള്ളാല്ലേ. 840 ഇൻസ്റ്റഗ്രാം. വന്നുണ്ട്. ചന്ദ്രൻ ഒരു താങ്ക് യു അല്ല, ഒരു ഡ്രോൺ ആയിരുന്നു പ്രതീക്ഷ. 50K കാണാൻ സമയത്ത് 840 ഇൻസ്റ്റയില് 840 അപ്പൊ 840. Guys, thank you so much means a lot. എല്ലായിടത്തും from the bottom of the heart, thank you so much for being with me in this beautiful journey. Thank you so much guys, means a lot. നീ അടിച്ചിട്ട് കുറച്ച് ഇമോഷണൽ ആയിട്ട് വാ, കുഴപ്പമില്ല, നമുക്ക് വിഷയമല്ല. ഞാൻ കുറച്ച് കരയട്ടെ അളിയാ. ഞാൻ മറ്റേ സാധനം ഇറക്കട്ടെ. നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ കണ്ടന്റ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടിയാണ് ലൈവ് ഇടുന്നത്. നിങ്ങൾക്ക് വേണ്ടി ലാസ്റ്റ് ലൈവ് ഇട്ടാ നോക്കി ഇനി കാണിക്കില്ലേ കുറയാണ് അത് നിങ്ങൾക്ക് വേണ്ടി എന്നുള്ള സംഭവമില്ല. അതൊക്കെ പറഞ്ഞ് എനിക്ക് പൊട്ടി കരയണം കുറച്ചു നേരം, സത്യം പറഞ്ഞ. താങ്ക് യു സോ മച്ച് മീൻസ് എ ലോട്ട്. 59 അല്ലേ അണ്ണാന്ന്, പിന്നെ അല്ലാതെ 59 അല്ലാതെ പിന്നെ എന്താണ്? താങ്ക് യു സോ മച്ച്. 800K എന്തായാലും ഞാൻ ചെയ്യും കേസ്, ഉറപ്പായിട്ട്. സെന്റി അടിക്കണ്ട, പിന്നെ സെന്റി അടിച്ച് കരയണം, ഇവിടെ കിടന്ന കരയണം. ഇപ്പൊ ചന്ദ്രനെ സപ്പോർട്ട് ആക്കി. ഓ അത് പയ്യെ അടിച്ചാൽ മതി, പയ്യെ, കുഴപ്പമില്ല. അത് വലിയ ഇല്ല. ഇങ്ങനത്തെ പേരെ പ്രൊമോട്ട് ചെയ്യാനേ പാടില്ല, മനസ്സിലായ? ഇങ്ങനത്തെ ആൾക്കാരെ ഒന്നും പ്രൊമോട്ടേ ചെയ്യാൻ പാടില്ല. പിന്നെ കള്ളന്മാരല്ലേ ഇവരൊക്കെ, ഇവരെ ഒന്നും പ്രൊമോട്ടേ ചെയ്യരുത്. ടോട്ടൽ 17 lakh ഫോളോ. അയ്യോ അങ്ങനെ പറയാൻ പറ്റത്തില്ല. ടോട്ടൽ 17 lakh ഒന്നും കണ്ട് ചെയ്യാൻ പറ്റത്തില്ല, മനസ്സിലായ? അതായത് എല്ലായിടത്തും കോമൺ ഓഡിയൻസ് കുറെ പേരുണ്ട്. അതെയാ ആളെ പറയടാ. ലവ് യു അണ്ണ, യു ആർ സച്ച് എ ഗ്രേറ്റ് പേഴ്സൺ അണ്ണ, വെൽ ടോക്ക് ആൻഡ് യു ഹാൻഡിൽഡ് വെരി വെൽ. ഐ എം ഹാപ്പി ടു ബി എ ഫാൻ ഓഫ് യു. ലവ് യു അണ്ണ. ടെൽ ടു ഈഗിൾ ബ്രോ. ഓ അതൊരാൾ പറഞ്ഞത് നീ എന്നോട് ചന്ദ്ര. ഇതിപ്പോ നീ എന്നോട് സംസാരിക്കുവായിരുന്നെങ്കിൽ കിട്ടി എറിഞ്ഞേനെ നിന്റെ. അവൻ എന്തിനാ ഇത് എനിക്ക് വെച്ചേ? ഈകളെ ചാറ്റ് ഭയങ്കര ഫാസ്റ്റ് കളിയാ. ഞാൻ ഭയങ്കര സന്തോഷത്തിൽ വായിക്കാറാട്ടോ ഈകളെ. ഓക്കെ ബ്രോ, ലവ് യു അണ്ണ. ടെൽ ടു ഈഗിൾ ബ്രോ. ഓക്കെ കോൺഗ്രസ് ആണെന്നോ? ഞാൻ കൺഗ്രാറ്റ്സ് ആയിരുന്നല്ലേ. അണ്ണ പ്രശ്നമായി ലൈവ് നോക്കാറില്ല. ഡീൽ ചെയ്തിട്ട് വരാം. പിന്നെ ഫീലിംഗ് പറയലയാ, നീ ദേഹത്ത് പറഞ്ഞേ എന്റെ ശവം വീഴണം, മനസ്സിലായില്ലേ? അത് 2 മിനിറ്റ് വീഴും, 3ാമത്തെ മിനിറ്റ് വെട്ടിപ്പിരിക്കും. ഡ്രൈവറെ നീ എന്നെ പറ്റി പൊക്കി പറയോടാ. എനിക്ക് സെന്റിമെന്റൽ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഇട്ട് നാളെ വീഡിയോ ഇറക്കാൻ വേണ്ടിട്ട് അളിയാ. എങ്ങനെയാ പറയാനാ? എന്തൊക്കെയാ പൊക്കി പറയടാ. ഈ ഇടയ്ക്ക് അങ്ങനല്ല, ഈ ഇടയ്ക്ക് ഡ്രോൺ ഒക്കെ തന്നില്ലായിരുന്നു. അപ്പൊ നീ എമൗണ്ട് എടുത്ത് പറയണം. ഇപ്പൊ 1.25 ലക്ഷത്തിന്റെ ഡ്രോൺ, 25 രൂപയുടെ ലൈറ്റ്, അങ്ങനെ എടുത്തു പറയണം. എന്നാലേ എനിക്കത് കട്ട് ചെയ്ത് കണ്ടന്റ് ആക്കാൻ പറ്റുള്ളൂ. എന്റെ സുഹൃത്തും എന്റെ വഴികാട്ടിയുമായ എന്റെ അളിയൻ ദിലീപ് ദിനേശൻ, 27-28 വയസ്സ്,
ഇന്ന് 800K അടിച്ചിരിക്കുകയാണ്. So, നമ്മുടെ നാടിന് വേണ്ടിയും നാട്ടുകാർക്ക് വേണ്ടിയും നമ്മുടെ രാജ്യത്തിന് വേണ്ടിയും ഒരുപാട് സംഭാവനകൾ ചെയ്ത ഒരു മകൻ വ്യക്തിയാണ് കറക്റ്റ് മറ്റേ അപ്പോ 800K ഈ ഒരു വേളയിൽ എല്ലാവിധ അഭിനന്ദനങ്ങളും. എനിക്കിതല്ല വേണ്ടുന്നേ. എനിക്ക് വേണ്ടത് കണ്ടന്റ് വേറെയാ. ഇതിനൊരു റീച്ച് കിട്ടൂല, മനസ്സിലായി? നമുക്ക് റീച്ച് വേണമെന്നുണ്ടെങ്കിൽ ഇമോഷണൽ ആയിട്ട് പിടിക്കണം. ഞാനൊരു ഇതിന് പിടിച്ച് നീ പറയണം, മനസ്സിലായ? ഇതിന്റെ കഴിവ് നോക്കട്ടെ. ഇതിന്റെ BGM പിടിച്ച് നീ പറയണം, മനസ്സിലായ? എന്റെ ഇന്നത്തെ സ്ട്രീം ചെയ്ത കാശ് പോയി. തുടങ്ങിക്കോ. ബാംഗ്ലൂരിന്റെ ഇടനാഴികളിൽ സ്വിഗ്ഗിയോടിയും കള്ളവെടിയും വെച്ച് നടന്ന ഇത് പറ്റൂല